ആരോഗ്യ മേഖലയിൽ നിന്നൊരു ഒരു പാനിക് ആവേണ്ട ഒരു വാർത്തയുണ്ടല്ലോ, എന്താണത്? ഇന്ത്യയിൽ ആദ്യം എംപോക്സ് സ്ഥിരീകരിച്ചു. ന്യൂഡൽഹിയിലാണ് സംഭവം. വിദേശത്ത് നിന്ന് രാജ്യത്തെത്തിയ യുവാവിന് എംപോക്സ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ഇയാളുടെ രക്തസ്രാവ സാമ്പിളുകളിൽ പരിശോധിക്കാനായി അയച്ചിരിക്കുകയാണെന്നും ആശങ്ക വേണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആദ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നു, ഏഷ്യയിൽ ആദ്യമായിട്ടല്ല തോന്നുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഇതിനു മുമ്പ് പാകിസ്ഥാനിൽ എന്തോ ഈ എംപോക്സ് ചെയ്തിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഒരു കേസ് ഇതാക്കുന്നത്. ആഫ്രിക്കയിലാണ് ഈ എംപോക്സ് എന്ന് പറഞ്ഞ രോഗം പൊട്ടി പുറപ്പെട്ടത്. അത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യലേക്ക് വരുന്ന ഒരു രോഗമാണ്. മനുഷ്യരുടെ സ്രവങ്ങൾ വഴിയും അതേപോലെ തന്നെ അവരുടെ ഒരു അടുത്തുള്ള ഇടപെടൽ വഴി അവരുടെ ഡ്രസ്സുകൾ മാറിയിടുന്നത്, സൂചിയില്ലേ, അവർ വായിൽ വെച്ച് സൂചി വേറെ ആൾ ഉപയോഗിക്കുക, അങ്ങനെ ആ സ്രവങ്ങൾ വഴിയാണ് കൂടുതൽ പകരുന്നത്. ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പറഞ്ഞ രോഗമാണ് ഈ എംപോക്സ് എന്ന് പറയുന്നത്. ഈ എംപോക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ജലം നിറഞ്ഞിട്ടുള്ള കുമിളകൾ ഉണ്ടായത് പൊട്ടി, അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അത് ലോകാരോഗ്യ സംഘടന ആഗോള എന്താ പറയുക അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചാണ് എംപോക്സ് വ്യാപനവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഈ എംപോക്സ് സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത് അടുത്തൊരു പാനിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് കൊറോണയുടെ ആ ഒരു ഇതില് അതെ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ പോലെ ഭയങ്കരമായിട്ട് പകരുന്ന ഒരു രോഗമല്ല, ഒരു എന്താ പറയാ വായിലൂടെ അങ്ങനത്തെ ഒരു ഇതല്ല. എന്നാൽ പോലും പകരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 20,000 അടുത്ത ആളുകൾ ആഫ്രിക്കയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുവാ രോഗവുമായി ബന്ധപ്പെട്ട് വലയുന്നവരുണ്ട്. കെനിയയിലും കോങ്കോയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഡെത്തുകളൊക്കെ രേഖപ്പെടുത്തുന്നത് കോങ്കോയിലാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത കുറച്ച് പാനിക് ആവേണ്ട ഒരു കാര്യമാണ്. കുറച്ച് മതി, ഒത്തിരി ജാഗ്രത. അതുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ ഒക്ടോബർ 2 മുതലുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നലെ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന H1N1 H3N2 അങ്ങനെ എന്തോ പറഞ്ഞ വേറൊരു രോഗങ്ങളും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു.